ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ് ടോപ്പിക്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം കമ്പ്യൂട്ടർ സയൻസ് എന്നത് നമ്മൾ ലെറ്റ് ക്രാക്ക് ചെയ്യുന്നതിൽ ഒരു ടോപ്പ് സബ്ജക്റ്റ് ആണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. പിന്നെ കമ്പ്യൂട്ടർ പഠിക്കുന്നതുകൊണ്ട് മെയിൻ ആയിട്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏത് ഫീൽഡിൽ പോയാലും അവിടെയൊക്കെ നമുക്ക് കമ്പ്യൂട്ടറിന്റെ ആവശ്യകത. അപ്പൊ നമ്മൾ അതിനെപ്പറ്റി ഇച്ചിരി ഡീപ്പായിട്ട് പഠിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ ഗ്രാവിറ്റിയിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നുള്ളൂ. അതാണ് ഹൈലൈറ്റ്. എന്നുവെച്ചാൽ വാരി വലിച്ചൊന്നും പഠിപ്പിക്കുന്നില്ല. കറക്റ്റ് എക്സാക്ട് എന്താണ് പോയിന്റ് അത് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പോ നിങ്ങൾക്ക് കാണാം, നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിന്റെ പേരാണ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ പറയാൻ പോണത് എന്തായിരിക്കും? ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും പിന്നെ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ, ഇതൊക്കെ ആയിരിക്കും. ഇതിൽ തന്നെ നമുക്ക് രണ്ട് പോർഷൻസ് ആക്കിയിട്ട് ഈ മൊഡ്യൂളിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പോർഷനിൽ വരുന്നതാണ് പ്രോസസർ, മെമ്മറി, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. ഓക്കെ, നമുക്ക് ബേസിക് ആയിട്ട് എന്താണ് കമ്പ്യൂട്ടർ? ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോ സിസ്റ്റം വീട്ടിലുള്ളവരാണെങ്കിൽ അതിന്റെ പാർട്ടുകൾ ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ലാപ്പ് ഉണ്ടാവും. പക്ഷെ ഇത് എന്തിനാണ് എന്നുള്ളത് ചിലപ്പോൾ എല്ലാവർക്കും അറിയണ്ടല്ലോ. ചിലത് ഗെയിം കളിക്കാനായിരിക്കും, ചിലത് എന്തെങ്കിലും വർക്ക് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ സിനിമ കാണാനായിരിക്കും. എക്സാക്ട്ലി കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ അതൊരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്, എല്ലാവർക്കും അറിയാം. ഇത് മെയിൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സാധനം, അല്ലെങ്കിൽ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ, നമ്മളൊരു ഡാറ്റ കൊടുക്കുമ്പോൾ അത് പ്രോസസ്സ് ചെയ്ത് നമ്മുടെ കാൽക്കുലേഷൻസ് ഒക്കെ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടർ ആക്ച്വലി ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സാധനം ഇതിന് കൊടുക്കുകയാണ്. അപ്പോൾ ചില കാൽക്കുലേഷൻസ് തന്നെ കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ വലിയ വലിയ നമ്പേഴ്സ് വരുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരു സമയത്താണ് ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കണ്ടുപിടിച്ചത്. അപ്പൊ നിങ്ങൾക്ക് കാണാം, ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ഫോർ സ്റ്റോറിംഗ് ആൻഡ് പ്രോസസിംഗ് ഡാറ്റ ഇൻ ബൈനറി ഫോം അക്കോർഡിംഗ് ടു ദ പ്രോഗ്രാം. അതായത് ഇതൊരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? ഒരു ഡാറ്റ ബൈനറി ഫോമിൽ സ്റ്റോർ ചെയ്യാനും പ്രോസസ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ബൈനറി ഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0യും 1ഉം ആണ് ബൈനറി നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി അതിനെ ബൈനറി ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. പക്ഷെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഈ ബൈനറി ഫോമിൽ തിരിച്ച് റീകോഡ് ചെയ്തിട്ടാണ് നോർമൽ ഹ്യൂമൻ റീഡബിൾ ഫോമിലേക്ക് വരുന്നത്. ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഓരോ ഡാറ്റയും, അത് ഇമേജ് ആയിക്കോട്ടെ, നമ്പേഴ്സ് ആയിക്കോട്ടെ, വേറെ എന്തും ആയിക്കോട്ടെ, എല്ലാത്തിനും ബൈനറി ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും ഈ അക്കോർഡിംഗ് ടു പ്രോഗ്രാം. അതായത് നമ്മൾ ഒരു ടാസ്ക് ഇതിനടുത്ത് ചെയ്യാൻ പറയുമ്പോൾ ആ ടാസ്ക് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ പ്രോസസ് ചെയ്യുന്നതാണ് കമ്പ്യൂട്ടറിന്റെ മെയിൻ ജോലി. ഓക്കെ, ഇനി എന്താണ് പ്രോഗ്രാം? പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും, സി ഒക്കെ എല്ലാവരും ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ടാവും. ഈ കോഡുകളെയാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു പ്രത്യേക ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ. നമ്മളിപ്പോ കമ്പ്യൂട്ടറിന്റെ അടുത്ത് പറയുകയാണെങ്കിൽ എനിക്കിപ്പോ 2+2 ആഡ് ചെയ്ത് കിട്ടണം, അതാണ് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ. 2+2 അതാണ് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ. അത് പ്രോസസ് ചെയ്തിട്ട് കിട്ടുന്ന സാധനത്തിനെയാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതായത് 2+2 ചെയ്തിട്ട് 4 കിട്ടും. ആ 4 ആണ് അതിന്റെ ഔട്ട്പുട്ട്. 2+2 എന്നുള്ളത് അതിന്റെ ഇൻപുട്ടും ആയിരിക്കും. ഓക്കെ, അപ്പൊ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. നമ്മൾ ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിന്റെ അടുത്തിട്ട് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്നത്, ആ ഒരു പറഞ്ഞു കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെയാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ആണ്. ഇപ്പോൾ ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, നമുക്ക് ടാഞ്ചിബിൾ ആയിട്ടുള്ള പാർട്ട്, അതായത് നമുക്ക് തൊട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ മോണിറ്റർ ആയിക്കോട്ടെ, മൗസ് ആയിക്കോട്ടെ, ഇതിനൊക്കെ നമുക്ക് തൊടാൻ പറ്റും. പിന്നെ ഓൾസോ ഇത് അറിയപ്പെടുന്നത് ഫിസിക്കൽ ഓർ വിസിബിൾ കമ്പണൻസ് ആണ്. അതായത് ഇതിനെ നമുക്ക് ഡയറക്റ്റ് കാണാനും തൊടാനും ഒക്കെ പറ്റും. അതുകൊണ്ടാണ് അതിനെ വിസിബിൾ കമ്പണൻസ് ഓർ ഫിസിക്കൽ കമ്പണൻസ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് ഈ മോണിറ്റർ, മൗസ്, കീബോർഡ്, CPU എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ തൊടാൻ പറ്റത്തില്ല, നോൺ ടാഞ്ചിബിൾ ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. നമ്മൾ ഹാർഡ്വെയറിന്റെ അടുത്ത്, അതായത് ഇപ്പൊ കമ്പ്യൂട്ടർ, അതായത് മോണിറ്റർ, മൗസ്, ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിനോടൊക്കെ ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന ആ ഒരു ഇൻസ്ട്രക്ഷനെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് പ്രോഗ്രാംസ്. അതായത് ഓരോ ടാസ്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന കോഡുകളെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും എന്താണ് ഒരു സാധനത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിന്റെ മൊത്തത്തിലുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മൾ വരയ്ക്കുന്ന ഒരു ഫിഗർ, അതാണ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന
ഒരു രീതിയാണ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എൻ ഓർഗനൈസേഷൻ ഓഫ് കമ്പണൻസ് വിച്ച് മേക്ക് അപ്പ് ഇസ് കമ്പ്യൂട്ടർ സിസ്റ്റം. അതായത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്പണൻസിനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഫോർമാറ്റ്, ആ ഫോർമാറ്റിനെയാണ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഈ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ തന്നെ 3 ടൈപ്പ് ഉണ്ട്, സോറി 4 ടൈപ്പ് ഉണ്ട്. അതില് ഒന്ന് തന്നെ ഹാർവാർഡ് ആർക്കിടെക്ചർ. ഹാർവാർഡ് ആർക്കിടെക്ചറിൽ പറയുന്നത് എന്താണ്, ഒരു സിസ്റ്റത്തിനെ നമ്മൾ ബസ് ഇന്റർഫേസ് ഒക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്യുന്നതിനാണ് ഹാർവാർഡ് എന്ന് പറയുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അതിന്റെ കുറച്ചും കൂടെ മോഡിഫൈഡ് വേർഷൻ ആണ് മോഡിഫൈഡ് ഹാർവാർഡ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് റിസ്ക് ആൻഡ് സിസ്ക് ആർക്കിടെക്ചർ. റിസ്ക് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ എന്നും, സിസ്ക് എന്ന് പറയുന്നത് കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ എന്നാണ്. പിന്നെ ഇതിലിപ്പോ പറയാൻ വിട്ടുപോയ ഒരു ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. നമ്മളിപ്പോ നമ്മുടെ സിലബസിൽ ഫോളോ ചെയ്തുകൊണ്ട് വരുന്നത് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ആണ്. അതില് കറക്റ്റ് ആയിട്ട് നമ്മുടെ സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടന്റ് കമ്പണൻസ് വെച്ചിട്ട് ആർക്കിടെക്ചർ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു കമ്പ്യൂട്ടറിലെ മെയിൻ ആയിട്ടുള്ള കമ്പണൻസ് അല്ലെങ്കിൽ കമ്പണൻസ് ഓഫ് ആർക്കിടെക്ചർ എന്തൊക്കെയാണ് ഒരു കമ്പ്യൂട്ടറിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കമ്പണൻസ് എന്നാണ് പറയാൻ പോകുന്നത്. ഒന്ന് CPU, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. CPU പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ എന്നാണ് അറിയപ്പെടുന്നത്. ബേസിക് ആയിട്ട് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. CPU എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ആണ്. എല്ലാ കാൽക്കുലേഷൻസും നടക്കുന്നത് CPU-ലാണെന്നുള്ളത്. പിന്നെ മെമ്മറി. മെമ്മറി ഇപ്പൊ എല്ലാവർക്കും അറിയായിരിക്കും, നമ്മളൊരു സാധനം സ്റ്റോർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് മെമ്മറി. പിന്നെ IO ഡിവൈസസ്. IO ഡിവൈസസ് പറഞ്ഞാൽ I ഫോർ ഇൻപുട്ട്, O ഫോർ ഔട്ട്പുട്ട്. അപ്പൊ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനെയാണ് IO ഡിവൈസസ് എന്ന് പറയുന്നത്. പിന്നെ സ്റ്റോറേജ് ഡിവൈസസ്, എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസസിനൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഈ കാണുന്നതാണ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാം, ഒരു ഇൻപുട്ട് ഡിവൈസ് ഉണ്ട്, അതിന് നമ്മൾ CPU-ലേക്കാണ് കൊടുക്കുന്നത്, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിലേക്ക്. ഈ CPU-ലുള്ളതാണ് കൺട്രോൾ യൂണിറ്റ്, അരിത്തമാറ്റിക് ഓർ ലോജിക് യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്. ഇവിടുന്ന് ഈ പ്രോസസ്സിംഗ്, അതായത് നമ്മൾ ഒരു ഇൻപുട്ട് ഡിവൈസ് വഴി ഒരു ഇൻപുട്ട് ഡിവൈസസ് വഴിയാണ് ഇൻപുട്ടിനെ കൊടുക്കുക. ഈ ഇൻപുട്ട് ഡിവൈസസ് വഴി ഇൻപുട്ടിനെ കൊടുത്തു കഴിഞ്ഞാൽ CPU, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഇതിനെ പ്രോസസ് ചെയ്യും. ഈ പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഔട്ട്പുട്ട് ഡിവൈസസിലേക്ക് ഔട്ട്പുട്ടിനെ കൊടുക്കും. അതായത് നമ്മൾ കൊടുക്കുന്ന ഒരു ഡാറ്റ പ്രോസസ് ചെയ്തതിന് ശേഷം അതിന്റെ ആൻസർ എന്താണോ അത് ഔട്ട്പുട്ട് ഡിവൈസസിലേക്ക് കൊടുക്കും. അപ്പോ ഇതാണ് ഇപ്പോ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. ഇതാണ് നമ്മൾ കുറെ കാലങ്ങളായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് വരുന്ന ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആണ് ഇത്. ഓക്കെ, ഇതിൽ ഓരോ കമ്പണൻസിലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, CPU. CPU എന്ന് പറഞ്ഞാൽ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. ഇത് ഇൻവെന്റ് ചെയ്തിരിക്കുന്ന ഫെഡറിക്കോ ഫാഗിൻ എന്ന് പറഞ്ഞ ആളാണ്. അതായത് ഇത് കണ്ടുപിടിച്ചത് പുള്ളിയാണ്, ഫെഡറിക്കോ ഫാഗിൻ. CPU എന്ന് പറയുന്നത് ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ ആണ്. അതായത് ഇതിന്റെ എല്ലാ മെയിൻ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഒരു ഹ്യൂമൻ ബ്രെയിൻ എങ്ങനെ ആക്ട് ചെയ്യോ അതേപോലെയാണ് CPU ഒരു കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്നത്. എല്ലാ കാൽക്കുലേഷൻസും എല്ലാം നടക്കുന്നത് ഈ CPU-ലാണ്. അതാണ് ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഇസ് ടു പ്രോസസ് ഇൻപുട്ട്, സ്റ്റോർ ഡാറ്റ ആൻഡ് ഔട്ട്പുട്ട് റിസൾട്ട്സ്. അതായത് ഈ CPU-ന്റെ മെയിൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ മെയിൻ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻപുട്ടിനെ പ്രോസസ് ചെയ്യുക, ഡാറ്റകളെ സ്റ്റോർ ചെയ്യുക, എന്നിട്ട് ഔട്ട്പുട്ട് ആയിട്ടുള്ള റിസൾട്ടിനെ നമുക്ക് തിരിച്ചു തരിക. അതാണ് CPU മെയിൻ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മൾ നേരത്തെ ഫിഗറിൽ കണ്ടു, CPU-ല് 3 സബ് ഡിവിഷൻസ് ഉണ്ട്. അതായത് CPU-ന്റെ ഉള്ളിൽ വരുന്ന 3 കാര്യങ്ങളാണ് CU, കൺട്രോൾ യൂണിറ്റ് എന്ന് പറയും, ALU, അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ്, MU, മെമ്മറി യൂണിറ്റ്. ഓക്കെ, ഈ അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റിൽ മെയിൻ ആയിട്ട് ഓക്കെ, അപ്പൊ ALU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ്. ഇവിടെ മെയിൻ ആയിട്ട് അരിത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ആണ് നടക്കുക. അതായത് അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, ഡിവിഷൻ ഇതുപോലത്തെ കാര്യങ്ങളും, പിന്നെ ലോജിക്കൽ ആയിട്ട് ഡിഫറൻസസ് കാണുക, അതായത് ഒരു നമ്പർ മറ്റേ നമ്പറിനേക്കാളും വലുതാണോ അങ്ങനത്തെ ഡിഫറൻസസ് കാണുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ALU-ല് നടക്കുക. അതായത് അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ലോജിക്കൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ആണോ, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതുമാണ്. പിന്നെ മെമ്മറി യൂണിറ്റ്. മെമ്മറി യൂണിറ്റ് പറഞ്ഞാൽ മെയിൻ ആയിട്ട് സ്റ്റോറേജ് യൂണിറ്റ് ആണ്. നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസിനെ സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് മെമ്മറി യൂണിറ്റ് ഉള്ളത്. പിന്നെ കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് പറഞ്ഞാൽ CPU-ന്റെ എല്ലാ ഫങ്ഷൻസും കൺട്രോൾ ചെയ്യുന്നത് ഇതായിരിക്കും. അതായത് ഇതിൽ നടക്കുന്ന ഓരോ പെർഫോമൻസും
കൺട്രോൾ യൂണിറ്റ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ പറ്റി നമുക്ക്, അതായത് ALU മെമ്മറി തന്നെ പല ടൈപ്പ് ഉണ്ട്, അറിയായിരിക്കും. റാം, റോം, EEPROM എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാവുന്നതാണ്. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളൂ. വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ഓർത്താൽ തന്നെ പകുതി കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. അപ്പം എല്ലാവരും മാക്സിമം ഈ PPT ഒക്കെ കണ്ടിട്ട് പഠിക്കുക, അത്രേ ഉള്ളൂ. താങ്ക് യു.